ചേട്ടാ ഫ്രെയിമാണെന്ന് അറിയാൻ പാടില്ലേ? ഓടാന്നറി ഞാൻ പ്രൊഡ്യൂസറാണ്. അത് ഞാൻ പ്രൊഡ്യൂസറാണ്. മറ്റേ അതില് ഒറ്റക്ക് വന്നവനാടാ ഞാൻ. ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ്. നമസ്കാരം എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമ ദാറ്റ് ഈസ് ബേത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗിരീഷ് എഡി, പ്രൊഡ്യൂസേഴ്സ് ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ. പിന്നെ കാസ്റ്റിംഗ് ആണ് കിടുക്കാച്ചി. നിവിൻ പോളി, മമത ബൈജു, ഈ പ്രതാപ്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ആ പ്രേമലൂടെ എല്ലാ ടീമുകളും ഉണ്ട്. കൂടുതൽ പരിപാടി ഇനിയിപ്പം ട്രെയിലർ കണ്ടിട്ടാണ്. അപ്പൊ നേരെ ട്രെയിലർ ഭാവന സ്റ്റുഡിയോസിലാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ട്രെയിലർ ടൈം. ഭാവന കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. ആ 2005 ആ സമയമൊക്കെ എന്ന് വെച്ചാൽ നല്ല കാസറ്റും DVD, അതൊരു നോസ്റ്റാലജിയ സംഭവമാണ്. മമത ബൈജു, ഞാനതൊക്കെ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. MP3 കിങ്. വല്ല പേര് വിട്ടാ പോരെ. കിങ് സ്വന്തം ഡയറക്ടർ തണ്ണീർമത്ത് ഗ്രേപ്പ് സത്തുകുടി. എന്താണ് ചേട്ടാ ഫ്രെയിമാണെന്ന് അറിയാൻ പാടില്ലേ? ഓടാന്നറി ഞാൻ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ അത് ഞാൻ പ്രൊഡ്യൂസറാണ്. മറ്റേ അതില് ഒറ്റക്ക് വന്നവനാടാ ഞാൻ. ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ്. സ്വന്തം പ്രൊഡ്യൂസർ കുംബ്ലാങ്കി നൈറ്റ്സ് ആൻഡ് പ്രേമല്ലു. ഇത് സിഗ്മയല്ല, ചുഗ്മയാണ്. ഒരു ഉത്തരവാദിത്തമില്ല, ചുകിച്ചു സിഗ്മ. ജസ്റ്റിൻ, ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാ പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി കണ്ട ചാർജ് ചെയ്യണ്ട. എപ്പോഴും ഒരു മെലങ്കോളിക് പാവട അവക്ക്. അത് നീ ഈ അടുത്തുള്ളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ച്. ഹായ്. ആഷ്ലി, ആ പെൺകൊച്ച് എപ്പോ നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആള് കുറവുണ്ടോടി? ഇല്ലല്ലോ. ആഷ്ലിനൊന്നും കണ്ടില്ല. കൺഗ്രാറ്റ്സ്. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാ നീ കുലുക്കി. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരങ്ങളിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പരിചയക്കാരല്ലേ? പരിചയം പോലും വേണ്ടാണെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റിപ്പറ്റി. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ദിലീഷ് പോത്തൻ, വിനയ് ഫോർട്ട്. ഓടായിരിക്കും വണ്ടി എവിടെ നോക്കി. ചേട്ടന് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം. ബേത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസ് 21 ഓഗസ്റ്റ്. ലവ് ആയിരിക്കും അല്ലേ? ഭാവന സ്റ്റുഡിയോസ്. കൊള്ളാം. നോട്ട് ബാഡ് മോനെ, നോട്ട് ബാഡ്. ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് കണ്ടിട്ട് തോന്നിയത്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ 2 കാര്യങ്ങളാണ്. പുള്ളിയുടെ ജോൺടെ ഒന്ന് റോം കോം, ഇതുപോലത്തെ കോമഡി റൊമാൻറ്റിക് വേയിലുള്ള പടങ്ങള്. പിന്നെ ഒന്ന് മാസ് പടങ്ങള്. പുള്ളിയുടെ സ്റ്റൈല്, ആക്ഷൻ അതൊക്കെ ഇറങ്ങുമ്പോൾ നിവിൻ പോളി ഇസ് ബാക്ക്. ആ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ USP. അപ്പം അതില് ആ ഒരു ഫീല് ഈ സിനിമ കിട്ടിയിട്ടുണ്ട്. ഒരു റൂം കോം സ്റ്റൈലിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓവറോൾ ഇറ്റ്സ് ഫൺ. കുറെ കാര്യങ്ങളുണ്ട്. പഴയ കാസറ്റ് പറഞ്ഞ കാര്യം, അത് നോസ്റ്റാലജിയാണ്. അപ്പൊ പുള്ളി അത് പറയുന്നത് സത്യമാണ്. ആ സമയത്ത് ഇതുപോലെ പരിപാടികൾ കുറെ അധികം ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് സോ ഫൺ. പിന്നെ എടുത്തു പറയേണ്ടത് ഓണത്തിന് അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന പടമാണ്. ഇനിയിപ്പം പോസ്റ്റ്പോണ്ടും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് ട്രെയിലർ ഇറങ്ങി. കറക്റ്റ് ഒരാഴ്ച, അടുത്ത ഫ്രൈഡേ ആണ് റിലീസ്. അപ്പൊ ഈ ഫ്രൈഡേ ഇറക്കി അടുത്ത ഫ്രൈഡേ റിലീസ്.
എന്നാലും അയൺ ഗെയിം ഒക്കെ മാറ്റി വെച്ചു ദുൽഖറിനെ. അപ്പം ഇത് അറിയില്ല, എന്തായാലും ഇത് ഗോണ ക്ലാഷ് വിത്ത് ഖലീഫ പോസ്റ്റ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. ചിരിക്കാനുള്ള കുറെ അധികം സാധനങ്ങളുണ്ട്. പിന്നെ ഗിരീഷ് ഏടിയുടെ ഫിലിമാണ്, പുള്ളിയാണ് പ്രേമല്ലു, തണ്ണീർമത്തൻ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇറക്കിയത്. അതിലൊന്നും നമ്മൾ ആരും ബോറായിട്ടില്ല. പിന്നെ ഫഹദ് ഫാസില് ആ ടീംസ് ആണ് ഫുള്ള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളെല്ലാം നല്ല പടങ്ങളാണ്. അപ്പൊ ഇത് എന്തായാലും ഒരു ഫൺ ലവിങ് പരിപാടിയാണ്. ഫാമിലി എന്തായാലും ഓണത്തിന്റെ സമയം ഇഷ്ടംപോലെ ഫാമിലീസ് കാണും. അപ്പോൾ എന്തായാലും ഒരു നല്ല സമയമാണ് കണ്ടെത്തിയിരിക്കുന്നത് റിലീസ് ചെയ്യാൻ. ഈ ഇതുപോലത്തെ ഓണത്തിന് ഇറങ്ങാൻ പറ്റിയ പടമാണ്. ഓണത്തിന്റെ വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രേമന്റെ ഫുള്ള് കാസ്റ്റ് ഉണ്ടായിരുന്നു. നസ്ലീനെ ഒഴിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. നസ്ലീൻ മാത്രം ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ആൻഡ് മമിത ബൈജു എല്ലാവരും അടിപൊളി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് വിലയേറെ കമന്റ്സുകൾ ഇടുക. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ചാനൽ പുതിയതായിട്ടാണ്, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ.